പ്രിയമുള്ളവരെ, നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ ഹൃദയത്തിൽ ഒത്തിരി വേദനയുണ്ട്. ഈ സമയം നമ്മൾ ജപമാല ചൊല്ലി ഈ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒറ്റ കാര്യം മാത്രമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ജയിലറയിൽ കിടക്കുകയാണ്, അവർക്ക് മോചനം ലഭിക്കണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രതിഷേധവുമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ സിസ്റ്റേഴ്സിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ സംസാരിക്കുമ്പോൾ നാടും വീടുമൊക്കെ വിട്ട് ഛത്തീസ്ഗഡിലും അല്ലെങ്കിൽ ഒറീസയിലും മറ്റു മിഷൻ പ്രദേശങ്ങളിലൊക്കെ സേവനം ചെയ്യുന്ന ഞങ്ങളെ പോലെയുള്ള സഹോദരിമാര് അവിടെ ചെയ്യുന്നത് ഒരു മതപരിവർത്തനമല്ല. പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ചെന്ന് അവരെ അക്ഷരാഭ്യാസമില്ലാത്തവരെ അക്ഷരം പഠിപ്പിക്കാനും അവർക്ക് നമ്മുടെ കേരളത്തിൽ ഉള്ള പോലെ തന്നെ അവരും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവരെ വിദ്യ അഭ്യസിപ്പിക്കാനും അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനും ജോലി സാധ്യതകളൊക്കെ പറഞ്ഞു കൊടുക്കാനും അതുപോലെയുള്ള എംപ്ലോയ്മെന്റ് മറ്റ് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു മതപരിവർത്തനം എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ കണ്ടതാണ്, 2 കുറ്റങ്ങളാണ് ആരോപിക്കപ്പെട്ടത്: മതപരിവർത്തനവും മനുഷ്യക്കടത്തും. പ്രിയമുള്ളവരെ, അവിടെ ഈ സിസ്റ്റേഴ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇത്തരണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലതരത്തില് അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഇന്ന് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് അവർ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇവർക്ക് വേണ്ടി ഒരാളായി മാറിയിട്ടാണ് അവർ സേവനം ചെയ്യുക. എന്നിട്ടും എന്തിയെ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരമില്ല. നമുക്കറിയാം, വേദന അനുഭവിക്കുന്നത് ഓരോ സഹോദരിയും മാത്രമല്ല അവരുടെ കുടുംബവുമാണ്. എന്തുകൊണ്ട് ഭരണാധികാരികൾ നിശബ്ദരായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനും നമുക്ക് മറുപടിയില്ല. നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ചെയ്യുന്നത് നന്മയാണ്. സിസ്റ്റേഴ്സ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്മയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു മതം മാറ്റാനല്ല, ക്രിസ്തു എങ്ങനെയാണോ ജീവിച്ചത് ആ ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ അവർക്ക് വേണ്ടി അവരിൽ ഒരാളായി മാറിക്കൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കുകയാണ് അവിടെ ചെയ്തു വരുന്നത്. നമുക്കറിയാം, സിസ്റ്റർ റാണി മരിയ പോലെയുള്ള സിസ്റ്റേഴ്സ് പലതരത്തില് അവർക്ക് ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടപ്പോ ആ സിസ്റ്റർ റാണി മരിയൊക്കെ കുത്തിക്കൊലപ്പെടുത്തിയതൊക്കെ ഇതാണ് ഞങ്ങളുടെ ഭാഗതയം എന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടി ഇവർ നന്മ ചെയ്യാൻ വേണ്ടി നാടും വീടും ഒക്കെ വിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ. അപ്പൊ പ്രിയമുള്ളവരെ, ഈ തരുണത്തിൽ മനസ്സിൽ ഒത്തിരി ഖേദമുണ്ട്, ഒത്തിരി ദുഃഖമുണ്ട്. ഇതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുവോ അതെല്ലാം ചെയ്യാനും അത് മനസ്സിലാക്കാനും ഇത് മനുഷ്യക്കടത്തും മതപരിവർത്തനവും അല്ല എന്ന തിരിച്ചറിവ് ഭരണകർത്താക്കൾക്കും അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈ തരുണത്തിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവർക്ക് നന്മയുണ്ടാകണം, എത്രയും വേഗം ജയിലിൽ നിന്ന് വിമുക്തരാകണമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. അത് നമ്മൾ ഇന്നിവിടെ പ്രതിഷേധമായി നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥന അവർക്കുണ്ടാകണം. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് നമ്മളിവിടെ വിളിച്ചോതുക. അപ്പൊ പ്രിയമുള്ളവരെ, അവരെ വേദനിക്കുമ്പോൾ, കാരണം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പോയ 2 പേരാണ് നമ്മൾ അവിടെ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ അല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. ഇന്ന് അല്ലെങ്കിൽ നാളെ ഇത് ഇവിടെയൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹത്തോടെ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്താം. അതുപോലെ തന്നെ അവർ എത്രയും വേഗം വിമുക്തരാകട്ടെ എന്ന് അവർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ തരുണത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന സിസ്റ്റേഴ്സിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു.